ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഔട്ടിങ്ങിന് പോകാവേ. നമ്മൾ പോകുന്നത് ഒരു ഹേമാവതി ഡാമാണ്. ഈ ഡാം ഹാസൻ ഡിസ്ട്രിക്റ്റിലെ ഗുരൂർ എന്ന സ്ഥലത്തിലാണ് ഈ ഡാം ഉള്ളത്. ഗുരൂർ ഡാം എന്നും പറയും. ഈ ഡാം 1979 ഇത് കെട്ടിയേക്കുന്നത്. അതിൻ്റെ മെയിൻ പർപ്പസ് ഇറിഗേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഇവിടെയാണ് നമ്മൾ വന്നത്. ഇത് നമ്മുടെ ഗുരൂർ ഹേമാവതി ഡാം എന്ന് പറയും. ഡാമിൻ്റെ ബാക്ക് വാട്ടേഴ്സാണ് ഇത്. നമുക്ക് ഇനി ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിലേക്ക് പോയി നോക്കാം. ഇതാണ് ആ അമ്പലം. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് കയറാൻ. ആക്ച്വലി ഇതൊരു ഐലാൻഡായിരുന്നു. ഈ അമ്പലം ഇരിക്കുന്ന ഒരു സ്ഥലം ഐലാൻഡായിരുന്നു. അത് അവർ റോഡാക്കിയിട്ട് അത് അമ്പലം പണിതതാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് കയറി നോക്കാം. അവിടെ കയറി നോക്കിയാൽ ഫുള്ള് ചുറ്റിനും ബാക്ക് വാട്ടേഴ്സ് കാണാം. ഓക്കെ, ബാ. നമ്മളിവിടെ അമ്പലത്തിൻ്റെ അടുത്തെത്തി. ക്ലൗഡ്സ് കണ്ടോ? നല്ല രസമല്ലേ കാണാൻ. പക്ഷേ ഈ ബ്യൂട്ടിഫുൾ ക്ലൗഡ്സ് കാരണം നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. സൺസെറ്റ് നല്ല വ്യൂ ആയിരുന്നു അത് താഴെ ഇറങ്ങിപ്പോകുമ്പോൾ. അപ്പോൾ നമുക്കത് ഇത് അമ്പലത്തിന് ചുറ്റും ഒന്ന് നടന്നിട്ട് നമുക്കവിടെ നിന്ന് കണ്ടിട്ട് വരാം. ആ പടിയില്ലേ, ആ പടിയുടെ മുകളിൽ കയറി നിന്നാൽ ബാക്ക് വാട്ടേഴ്സ് കാണാം. മരമൊക്കെ കവറായതുകൊണ്ട് കുറച്ച് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതാണ് നമ്മുടെ ഐലാൻഡ്. ഇതാണ് ഏരിയൽ വ്യൂ. അതാണ് ഡാം. നമ്മുടെ ഡാമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 58.5 മീറ്ററാണ്. അതിൻ്റെ നീളം 4692 മീറ്റർ. പിന്നെ ഈ ഏരിയ 2810 സ്ക്വയർ കിലോമീറ്റേഴ്സാണ് അതിൻ്റെ ഏരിയ. പിന്നെ ഡാമിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1050.63 സർക്കുലർ മൈൽസ് ആണ്. ഈ ഡാമിന് 6 ഗേറ്റുകളുണ്ട്. സ്പെഷ്യലി മഴക്കാലത്ത് വെള്ളത്തിൻ്റെ സ്റ്റോറേജിൻ്റെ അനുസരിച്ച്, കപ്പാസിറ്റിയുടെ അനുസരിച്ച് തുറന്നു വിടുന്നതായിരിക്കും. ഈ കഴിഞ്ഞ ജൂണിലും തുറന്നു വിട്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. നമ്മളവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് സ്റ്റെപ്പെല്ലാം ഇറങ്ങി താഴെ വന്നു. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളം കുറഞ്ഞതല്ലെങ്കിൽ മഴക്കാലത്ത് വെള്ളം മേലെ വരെ നിറഞ്ഞു കിടക്കും കേട്ടോ. ഇതിപ്പം കുറേ കുറഞ്ഞു. നമുക്കതെന്നിട്ട് ഇറങ്ങിപ്പോയി. കുറച്ച് ദൂരം പോകുമ്പോൾ വേറെ ഒരു വഴിയുണ്ട് താഴോട്ട് ഇറങ്ങാൻ, വെള്ളത്തിലിറങ്ങാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ അതിലെ വന്ന് അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത്. ആക്ച്വലി വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ വന്നതായിരുന്നു. പക്ഷേ ആ ക്ലിയർ വാട്ടറുള്ള സ്ഥലത്തിലേക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി വെള്ളം കൊണ്ട് കവറായേക്കും. അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് പോകുകയാണ് വീട്ടിലേക്ക്.
അപ്പം ഇതൊക്കെ അവിടുത്തെ മരങ്ങൾ കൂടുതലും പൈൻ ട്രീസ് ആണുള്ളത്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ കുറേ പീകോക്സിനെ കണ്ടു, പീകോക്ക്, പീഹൻ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ. ഇതാണ് ഡാമിൻ്റെ എൻട്രൻസ്. നമ്മുടെ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ അത് കിട്ടും. പിന്നെ ബ്രിഡ്ജ് വരുമ്പോൾ നമുക്ക് കുറച്ച് കാണാൻ പറ്റും ഈ ഡാം. അതെ, ഇതാണ് ആ ഡാം. ഇതിപ്പം വൈകുന്നേരം സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം സമയം കിട്ടിയില്ല അവിടെ പോകാൻ. വേറൊരു ദിവസം അവിടെയൊന്ന് പോയിട്ട് ഞാൻ കാണിച്ചു തരാതെ. പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ ക്രിസ്മസ് ഡാൻസിൻ്റെ 2 ഡാൻസ് ചെയ്തായിരുന്നു അവിടുന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.